കൊല്ലം കരുനാഗപ്പള്ളി ആലപ്പാട്ട് യുവതിയെ കാണാതായി. ആലപ്പാട് കുഴിത്തോള സ്വദേശി ഐശ്വര്യ അനിലിനെയാണ് കാണാതായത്. നവംബർ 18 മുതൽ യുവതിയെ കാണാനില്ല. കരുനാഗപ്പള്ളി പോലീസ് അന്വേഷണം തുടങ്ങി. ലിജോ റോളൻസ് വിവരങ്ങളുമായി ചേർന്നു. ലിജോ, ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി ഈ യുവതിയുടെ ചിത്രം പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഉണ്ടായത്? അജിംസെ 18-ാം തീയതി ഏകദേശം ഉച്ചയ്ക്ക് രാവിലെ 11 മണിയോടുകൂടെയാണ് ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള ഒരു പരാതി അമ്മ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത്. അതായത് 10 മണിക്ക് ശേഷം 10 മണിയോടുകൂടി ഇവർ ജോലിക്ക് പോയി. തുടർന്ന് ഈ പെൺകുട്ടിയെ 10:30 ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അയൽവാസികളെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് വീട്ടിൽ ആരുമില്ല എന്നുള്ള വിവരം അറിയുകയും വീട്ടിലേക്ക് എത്തുകയും അപ്പോൾ പെൺകുട്ടി, അതായത് യുവതി അവിടെ ഇല്ല എന്നുള്ള വിവരം അറിഞ്ഞു. തുടർന്ന് ആ പരാതി നൽകുകയായിരുന്നു. ആദ്യ ദിവസം ഇതൊരു സാധാരണ ഒരു മിസ്സിംഗ് കേസായി കണ്ടുകൊണ്ട് പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയില്ല എന്നുള്ള ഒരു പരാതി കുടുംബം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ലൊക്കേഷനൊക്കെ പോലീസുകാർ ഈ വീട്ടുകാർക്ക് എടുത്തു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അവരായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷനൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ പരിശോധന നടത്തിയിരുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 1 മണിക്കൂറോളം സമയം ഈ യുവതിയുടെ ലൊക്കേഷൻ കാണിച്ചിരുന്നതായി അമ്മയോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അവിടെയെല്ലാം തന്നെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ഈ പെൺകുട്ടി ഈ യുവതി അവിടെ എത്തിയെ സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ ലഭിച്ചു എന്നുള്ള വിവരമാണ് ഈ കുടുംബത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവിടെ നിന്ന് എവിടേക്കാണ് പോയതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരമില്ല. ഈ +2 പഠനത്തിന് ശേഷം വീട്ടിലിരുന്നു കൊണ്ട് ഈ ഓൺലൈനായി നീറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ, അതായത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ വീട്ടിൽ ഉണ്ടായിരുന്നതായി പറയുന്നില്ല. പോലീസിന്റെ ഭാഗത്ത്, അതായത് ഇന്ന് 3-ാമത്തെ ദിവസമാകുമ്പോൾ കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. കാരണം ആദ്യ ദിവസം ഇത്തരത്തിലൊരു സാധാരണ മിസ്സിംഗ് കേസായി കണ്ടു. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി പോലീസ് ആകെ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിലായിരുന്നു, അമ്പലപ്പുഴയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസവും അന്വേഷണം നടന്നില്ല. ഇന്നിപ്പോൾ ഈ അമ്മ ഇപ്പോൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അവിടേക്കുള്ള യാത്രയിലാണ്. ഉടൻ തന്നെ അവരെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോലീസിനോട് സംസാരിക്കുമ്പോൾ തന്നെ എന്താണ് വിവരം, കാര്യങ്ങൾ എന്തെങ്കിലും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അജിംസ്. ശരി ലിജോ.